ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ സ്ഥാനത്തെത്തിയ മഹാനാണ്. പക്ഷേ ഭാര്യ മഹാനവറുകളെ വേദനിപ്പിക്കുന്നു, ചീത്ത പറയുന്നു. ആ ചീത്ത പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ റിഫാഈ ശൈഖിന്റെ മറുപടി എന്താണ്? ഞാനിതെല്ലാം സഹിക്കുന്നു, ക്ഷമിക്കുന്നു. എന്തേ കാരണം? ഇതിന് പകരം എനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടണം കേട്ടോ. അപ്പൊ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾ പ്രയാസങ്ങൾ നേരിടുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രയാസം അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് കരുതിയിട്ട് ഭാര്യമാരിൽ നിന്ന് പ്രയാസം നേരിടുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത പ്രതിഫലം തരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം വലിയ പരീക്ഷണത്തിന് വിധേയരായ പ്രവാചകരാണ്. അല്ലാഹു വലിയ രോഗം കൊടുത്തു, ഒരുപാട് പ്രതിസന്ധികൾ കൊടുത്തു. എന്നാൽ അതെല്ലാം നേരിട്ട മഹാനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയിൽ നിന്ന് നിങ്ങൾ പ്രയാസം നേരിട്ട് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് കരുതി നിങ്ങൾ ജീവിച്ചാൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത പ്രതിഫലം അല്ലാഹു തരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. നേരെ തിരിച്ചും പറഞ്ഞു, ഭാര്യമാരെ കുറിച്ചും പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാർ ഭർത്താക്കന്മാരെ കൂടെ ജീവിക്കുമ്പോൾ ഭർത്താക്കന്മാരിൽ നിന്ന് ചിലപ്പോൾ പ്രയാസം നേരിടേണ്ടി വരും. അങ്ങനെ നേരിടുന്ന സമയത്ത് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് കരുതിയിട്ട് ഭാര്യമാർ ക്ഷമിച്ചാൽ, സഹിച്ചാൽ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയെ കേട്ടിട്ടില്ലയോ? ആരാണ് ആസിയ ബീവി? ഫിർഔനിന്റെ ഭാര്യയാണ്. ഫിർഔൻ ആരാണ്? ഇസ്ലാമിന്റെ നമ്പർ 1 വിരോധിയാണ്. അന റബ്ബുക്കുമുൽ അലാ, ഞാൻ വലിയ റബ്ബാണെന്ന് പറഞ്ഞു ഹുങ്ക് നടിച്ച മനുഷ്യനാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി സഹിച്ച ത്യാഗങ്ങളോ! എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ചെറിയ പ്രയാസമല്ല ആസിയ ബീവി നേരിടേണ്ടി വന്നത്. ഏതുവരെ? ആസിയ ബീവി അതാ അവിടുന്ന് ഫിർഔനിന്റെ വീട്ടിൽ കഴിയുമ്പോ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആസിയ ബീവിയെ ഫിർഔൻ ആക്രമിക്കുന്നു. എങ്ങനെയാണ് ആക്രമിക്കുന്നത്? ഖുർആന ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. ചുട്ടുപൊള്ളുന്ന മണലിൽ ആസിയ ബീവിയെ കടത്തുകയാണ്. മേൽഭാഗത്ത് നോക്കിയാലോ അതാ ശക്തമായ ചൂട്, സൂര്യന്റെ ചൂട് ഏൽക്കുകയാണ്. താഴ്ഭാഗത്തോ ചുട്ടുപൊള്ളുന്ന മണലാണ്. അതിൽ ആസിയ ബീവി കിടക്കുകയാണ്. വല്ലാത്ത വേദന അനുഭവിക്കുന്നു. ഫിർഔനിന്റെ അണികൾ വന്നിട്ട് പറയുന്നു, ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കണം. ആസിയ ബീവി പറഞ്ഞു, എന്നെ കൊണ്ടത് കഴിയില്ല. ഫിർഔന് ഉത്തരവിടുന്നു, വലിയ ഒരു കല്ലങ്ങെടുത്ത് ആസിയ ബീവിയുടെ നെഞ്ചത്തങ്ങിട്ട് കൊന്നുകളയണേ. അപ്പോഴും പറഞ്ഞു, മാറി നിൽക്കുമോ? ഉമ്മമാരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സഹോദരിമാരെ, നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അപ്പോഴും ആസിയ ബീവി പറയാണ്, എന്നെ കിട്ടൂല. ഫിർഔനിന്റെ അണികൾ വലിയ പാറക്കല്ലങ്ങെടുത്ത് അതാ നെഞ്ചത്തങ്ങിടുന്ന സമയത്ത് ആസിയ ബീവി അങ്ങ് ചിരിക്കുന്നു. എന്തേ ചിരിക്കാൻ കാരണം? അവിടുന്നതാ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അല്ലാഹുവിനോട് ഒരൊറ്റ ദുആ നടത്തുകയാണ്. റബ്ബിബ്നി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിൽ ഒരു കെട്ടിടം തരണേ, ഒരു വീട് തരണേ, ഒരു മാളിക തരണേ. വനജ്ജിനി മിൻ ഫിർഔൻ, എന്നെ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ ഫിർഔനിന്റെ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ സ്വർഗമങ്ങ് ചോദിച്ചപ്പോ അല്ലാഹു മരിക്കാൻ കിടക്കുന്ന ആസിയ ബീവിക്ക് സ്വർഗമങ്ങ് കാണിച്ചു കൊടുത്തു.
സ്വർഗത്തിൽ ആസിയാ ബീവിക്കുള്ള ഭവനം അല്ലാഹു കാണിച്ചു കൊടുത്തു. ആ വീട് നോക്കിയപ്പോ ചിരി വന്നതാണ്. ചിരിച്ചിട്ട് മരിക്കുന്നു. ഖുർആൻ പഠിപ്പിച്ച ചരിത്രമാണല്ലോ. ഇനി വിഷയത്തിലേക്ക് വരൂ ഉമ്മമാരെ, സഹോദരിമാരെ. ആ ആസിയാ ബീവി എത്ര പ്രയാസമായിരിക്കുമല്ലേ നേരിട്ടത്. ആ ആസിയാ ബീവി ഫിർഔനിൽ നിന്ന് എത്ര പ്രയാസങ്ങളാണോ നേരിട്ടത്, എത്ര വിഷമമാണോ സഹിച്ചത്. അതിന് ആസിയാ ബീവിക്ക് എത്ര പ്രതിഫലമുണ്ടാകുമോ. തത്തുല്യമായ പ്രതിഫലം ഭർത്താക്കന്മാരിൽ നിന്ന് പ്രയാസം നേരിടുമ്പോ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് സഹിക്കുന്ന ഭാര്യമാർക്ക് അല്ലാഹു കൊടുക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ അങ്ങനൊക്കെ സഹിക്കണമെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം നന്നായിരിക്കണം. അതാണ് വലിയ വിഷയം. ആ രൂപത്തിലുള്ള പ്രയാസം പരസ്പരം പുറത്തു കൊടുത്ത് സഹിക്കാൻ പറ്റണമെങ്കിൽ മനുഷ്യൻ നല്ല സൽസ്വഭാവിയായിരിക്കണം. അവന് കഴിയൂ. ഏറ്റവും വലിയ അമലേതാ അറിയോ? ഏറ്റവും വലിയ അമലേതാ? നാളെ തുലാസിൽ വെച്ച് തൂക്കുന്ന സമയത്ത്, തുലാസിൽ വെച്ച് മീസാനിൽ വെച്ച് തൂക്കുന്ന സമയത്ത് ഏറ്റവും വെയിറ്റുള്ള, ഭാരമുള്ള, ഖനമുള്ളത് ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖി സദഖ റസൂലുള്ളാഹി. സൽസ്വഭാവം അതാണ്. മീസാൻ തുലാസിൽ പോയി ആദ്യമായി കൊണ്ടുവെക്കുന്നത് എന്താണ്? നിസ്കാരത്തെ വെക്കുന്നതിനേക്കാളും മറ്റുള്ള സൽക്കർമ്മങ്ങളെ വെക്കുന്നതിനേക്കാളും ആദ്യം കൊണ്ടുപോയി വെക്കൽ ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വല്ലാത്തൊരു വിഷയമാണ് സൽസ്വഭാവം. പരസ്പരം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സുബ്ഹാനല്ലാഹ്, ബസ്സിൽ യാത്ര ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുകയാണ് വേറെ ഒരുത്തൻ. അപ്പൊ ഇങ്ങനെ കുറച്ചു നേരം യാത്ര ചെയ്യുന്ന സമയത്ത് പാവം ഇപ്പുറത്തിരിക്കുന്ന മനുഷ്യന് ഉറക്കം വന്നുപോയി. അവൻ അപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ തോളത്ത് തലയങ്ങ് വെച്ചതല്ല മനഃപൂർവ്വം, അത് തല അങ്ങ് വീണു പോയത് അപ്പുറത്തേക്ക്. അപ്പൊ അവനിങ്ങനെ കാത്തിരിക്കണം. കുറച്ചു നേരം കഴിഞ്ഞാൽ എന്റെ തല അപ്പുറത്ത് വെക്കണം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്ത തിരക്കാണെന്ന് സങ്കല്പിക്കുക. അപ്പോ യാദൃശ്ചികമായി, മനഃപൂർവ്വം ബോധപൂർവ്വമൊന്നുമല്ല, യാദൃശ്ചികമായി തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ കാലിലൊന്നിങ്ങനെ വല്ല ചവിട്ടിപ്പോയതാ. അപ്പൊ അവനിങ്ങനെ കുറച്ചു നേരം ഒരു 5 മിനിറ്റ് കാത്തിരിക്കും. ഇതിന്റെ കാരണം ഉടൻ തന്നെ ചവിട്ടിയാൽ ഇത് പകരം വീട്ടലാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അങ്ങ് കാത്തിരിക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവന്റെ കാലിൽ വല്ല ഇങ്ങനെ ചവിട്ടും. സത്യത്തിൽ അത് പ്രതികാര. നോ, അത് സൽസ്വഭാവമല്ല. ലോകത്തെ